ഹലോ. ഇല്ലടാ, അതേ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവർ ബൈക്കായിട്ട് വരാമെന്ന് പറഞ്ഞ്. പിന്നെ നൗഷാദിലിയുടെ മറ്റേ ഇതുണ്ടല്ലോ, കലാശക്കൂട്ടുന്നല്ലേ, അതിന് പോണ്ടേ. സ്കൂളിൽ പൂട്ടിയപ്പോൾ നല്ല സുഖമായിട്ട് കളിച്ചിങ്ങനെ നടക്കുന്നല്ലേ. ജീവിച്ചേ പറ്റൂട്ടാ, നമ്മുടെ നാടിന് അഭിമാനമാണ്. രക്ഷയില്ല. ചേച്ചിയാ നമുക്ക് മാക്സിമം നമ്മളെ ചെക്കന്മാരെ മാക്സിമം ഉൾപ്പെടുത്തുക. അഞ്ചിലേക്കാ? ആടാ, ഒരു മിനിറ്റടാ. അതെ, ഞാൻ വിളിക്കാം, നീ കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്തോ, ഞാൻ വിളിക്കാം. എന്താണ്, സുഖല്ലേ? എവിടേക്കാണ്? ഒന്നുമില്ല, ഞാനേ മക്കൾക്ക് നേന്ത്രപ്പഴം മേടിക്കാൻ പറഞ്ഞിട്ട് പോയതാ. അതെ, പഴത്തിന് ഇപ്പൊ കുറച്ച് വില പറഞ്ഞിട്ടുണ്ട്. പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ പഴത്തിന് നല്ല വില കുറവാണല്ലോ ഇപ്പോ. പഴംപൊരി അടിച്ച് മേടിക്കണല്ലേ. ഞാൻ കഴിക്കാറില്ല, ഷുഗർ. അത് ശരി. ഞാനേ കുറച്ചായി നിങ്ങളോട് പറയണമെന്ന് ഉദ്ദേശിച്ച് കിടക്കുന്നു. എന്താ? വിഷമിക്കാനൊന്നുമില്ല, എന്നാലും നമ്മളെ ജമാലേ, ഓന്റെ മകൻ ഉണ്ടല്ലോ, അവന്റെ നടപ്പ് അത്ര ഒരു ശരിയല്ല. സിനാന്റെ? അതെന്തായി? അങ്ങനെ ഇങ്ങനെ പേടിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. അലജി പറയും. എന്താ വെച്ചാല് ഓനൊരു വിഷമിക്കാനൊന്നുമില്ല. പറഞ്ഞോ. എന്താന്ന് വെച്ചാലേ, അവന്റെ കൂട്ടുകെട്ട് അത്ര ശരിയല്ല. കാരണം ഇപ്പൊ നമ്മളെ 10 മുറി നടന്ന 1-2 കേസിലെ ചെക്കന്മാരുണ്ട്, അവന്റെ പ്രായമുള്ള ചെക്കന്മാരാ. അവര് രണ്ടാളിപ്പോൾ അകത്താണ്. അപ്പം അവരൊക്കെ ഏറ്റും അവരെ കൂട്ടുകാരേറ്റും ഇവരൊക്കെ ഏറ്റ് ഈ ചെക്കൻ സിഗരറ്റ് വലിയും പിന്നെ എന്തൊക്കെയോ ഉപയോഗിക്കേണ്ടി വരും. സിഗരറ്റൊക്കെ വലിക്കണ്ട? 1-2 പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഉപദേശിച്ച്. അവൻ്റെ നേർക്കുണ്ട് ചാടി ഒരു ചാട്ടം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളാണ്, എന്തെങ്കിലും എടുത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അവനോട് കറക്റ്റ് 13 വയസ്സായിട്ടുള്ളൂ. പണ്ട് കാര്യമില്ല, 13 വയസ്സ് നമുക്കാണ്, അവർക്കല്ല. പറഞ്ഞപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജമാലിൻ്റെ മോനായിട്ടാണ് ഞാൻ അവനെ കണ്ടത് പോയിട്ട്. നമ്മളെ മക്കളല്ലേ. കണ്ടപ്പോൾ ഇവൻ്റെ ഒരു ചാട്ടമൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പന്നികളെന്നായി തോന്നി. ഇത് വീട്ടിലറിയില്ല. ഈ പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മണം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു മണമല്ല, ഒന്നുമില്ല. അല്ല, ഓൻ്റെ ടീച്ചർ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു ഈ പരീക്ഷയ്ക്ക് മുൻപേ. ഓന് കുറച്ച് മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പഠിപ്പിൽ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളാരും അന്വേഷിച്ചില്ല? അല്ല, അതിപ്പോൾ ചില കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചില സമയത്ത്. അതിൻ്റെ ഒന്ന് വിചാരിച്ചു. എന്താ അപ്പം ഓനവിടെ പാവം ഗൾഫിൽ കിടന്നിട്ട് കഷ്ടപ്പെടുക. ആകെ ഒന്നേ ഉള്ളൂ, ആൺതരിയായിട്ടും പെൺതരിയും ഒന്നേ ഉള്ളൂ. അതെ. അപ്പം നിങ്ങളൊന്ന് വിളിച്ചൊന്ന് ജമാലിനോട് പണ്ടൊന്ന് ഉപദേശിക്കും. ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, നിങ്ങളാകുമ്പോൾ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ ആയിക്കോ. അല്ല, ജമാലിനോട് പറഞ്ഞു ഓൻ അവിടെ കിടന്ന് വിഷമിട്ടില്ല. ഞാൻ ഓനോട് ചോദിക്കട്ടെ എന്ന്, എന്തായി എന്നൊക്കെ ചോദിക്കാം. ഓനിപ്പോൾ അത് കേട്ട് കഴിഞ്ഞാലേ അവിടെയാണെങ്കിൽ ആകെ പ്രശ്നം. ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ ഓൻ്റെ ആകെ എന്തായാലും ഇനിയിപ്പോൾ ഓളോട് ഇപ്പം എങ്ങനെയത് പറയാം? അല്ല, അവരോട് പറയണം, നമ്മുടെ രക്ഷിതാക്കളോട് പറയണം. എന്താ കാരണം വെച്ചാൽ ഈ കുട്ടികളാണ്ട് അയച്ചു വിടും. ഇവർ വരുന്ന എത്ര മണിക്കാണ്? ഇവര് ഒരു കാലത്തണ്ട് പോയിട്ട് പിന്നെ വരുന്ന രാത്രി 9 മണിയും 10 മണിയും 11 മണിയും 12 മണിയാണ്. കളിക്കാൻ പോയിന്ന് പറയും, ചിലപ്പോൾ പറയും അടുത്ത വീട്ടിൽ പഠിക്കാൻ പോയി, അടുത്ത വീട്ടിൽ. അതാ ഇതൊക്കെയാണ് പറയുക. പക്ഷെ ഇവരെ കൂട്ടുകെട്ട് ശരിയല്ല. ഞാനിപ്പോൾ നിങ്ങളെ മോൻ്റെ കുട്ടിയാണല്ലോ, നിങ്ങളോട് പറയാണ്ടിരിക്കാനും വയ്യ. ജമാലിനെ വിളിച്ചിട്ട് കിട്ടണമില്ല. എന്താ ചെയ്യാ? കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. ജമാലിനെ വിളിച്ച് കാര്യം പറയും കേട്ടോ. അവനോട് ആ ചെക്കനെ ബുദ്ധിമുട്ടിക്കണ്ട, നല്ല ലെവലിൽ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് നമ്മളെ രീതിയിൽ കൊണ്ടുവരിക. ആ കൂട്ടുകെട്ട് മാത്രം അങ്ങോട്ട് മാറ്റിയാൽ മതി. കൂട്ടുകെട്ടാണ് ഇപ്പോൾ കുഴപ്പങ്ങളൊക്കെ കൂട്ടുകെട്ട് വലിയ പ്രശ്നമാണ്. ആ ചെക്കന്മാരൊരു രക്ഷയില്ല. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. നിങ്ങളെ കുടുംബം, നിങ്ങൾ ഇവിടെ ഇത്ര കാലം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രൊഫൈലുണ്ട് അല്ലേ? ഇതൊന്നും പറഞ്ഞാൽ ഈ പ്രായത്തിലെ കുട്ടികൾക്ക് മനസ്സിലാവണം. മനസ്സിലാക്കുന്ന രൂപത്തിൽ അവരെ ശിക്ഷിക്കാത്ത ലെവൽ, അത് അവർക്ക് ബുദ്ധിമുട്ടാവാൻ മതി. നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ഒതുക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ ചെക്ക എൻ്റെ അടുത്ത് ഒരു ചാട്ടം ചാടി. നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട, നിങ്ങളാരാ? അപ്പോൾ ഓനക്കറിയില്ലല്ലോ ജമാലും ഞാനുള്ള ബന്ധം എന്താണെന്നുള്ളത്. അത് ഞാനും നിങ്ങളുള്ള ബന്ധം എന്താണെന്ന് അവനക്കറിയില്ലല്ലോ. അല്ല, നിങ്ങളെ കുടുംബമായിട്ടുള്ള ബന്ധം എന്ന് അവനക്കറിയില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. കുട്ടികൾക്ക് കുടുംബ ബന്ധം ഇല്ല ഇപ്പോൾ. എന്തായാലും ഇൻഷാ അല്ലാഹ് വിഷമിക്കൊന്നും വേണ്ട, നല്ല നല്ല നന്നായി.
സിനാനെ എന്താ നിനക്ക് എന്താ പാടത്ത് പണി? പാടത്ത് ഫുട്ബോൾ കളിക്കുക? ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് ഈ രാത്രി ഒരു 9 മണി വരെയൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇല്ല, ആര് പറഞ്ഞു? നമ്മള് വേണ്ടപ്പെട്ട ആൾക്കാരനെ പറഞ്ഞിട്ടുണ്ട്. 1-2 ആൾക്കാർ, ഒരാൾ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്നുമില്ല. എപ്പ വേണ്ട? ഞാൻ കണ്ടില്ല, പക്ഷെ എന്നോട് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, എൻ്റെ ഉപ്പാക്കും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഈ പറയണത്. എന്താണ് ആരാണ് എൻ്റെ കമ്പനി? എന്റെ കമ്പനി ഇവിടെക്കന്മാരനെ. ആ ബാലിന്റെ മോനും ആ ബോക്കറിന്റെ മോനൊക്കെ അല്ലേ അതില്? എടാ അവരൊക്കെ ഈ തല്ലുകൂടിയിട്ട് പോലീസ് പിടിച്ചിട്ടുള്ള കേസാണ് അവരെ കൂടി എൻ്റെ കമ്പനി. ഇപ്പോ അവരൊക്കെ ഈ കള്ളും ഇതും എന്താണ്ടൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവരെ കൂടെ എൻ്റെ കമ്പനി. ഞാൻ ആയിക്കൊന്നും പോക്കില്ല. ഇപ്പൊ കണ്ടാ? ഞാൻ കണ്ടില്ലടോ. പിന്നെന്താ വെറുതെ കാണാത്തവരൊന്നും ഇങ്ങനെ പറയാൻ നിൽക്കണേ? ആൾക്കാർ എന്നോട് പറയണ, എന്റെ ചെവിട്ടിൽ വന്നിട്ട് ആൾക്കാർ പറയണ്, അതുകൊണ്ടാണ് പറയണത്. കാണാത്ത കാര്യങ്ങൾ വെറുതെ പറയാൻ നിൽക്കരുതിട്ടാ. പിന്നെ ഒരാളല്ല, കുറെ ആൾക്കാരെ അതിനെ പറ്റി ഇത് പറയണ്. നിങ്ങളിത് ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഇന്ത്യ നെഞ്ചത്ത് ഒന്നും കയറാൻ വരില്ലട്ടത്. എന്ത് പറഞ്ഞു? ഇന്ന് മുതല് മരിപ്പ് വാങ്ങോട് വീട്ടിലെത്തണം കേട്ടാ. ഹലോ, എവിടെ പോണത്? എന്ത് ഞാൻ പോകും. എവിടേക്ക് പോയാലും കുഴപ്പമില്ല, പറഞ്ഞില്ലേ? ഇങ്ങളുടെ പാപ്പൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്ന കയറി ഭരിക്കാനൊന്നും വരട്ടാ. നിങ്ങളെ മക്കളെ കാര്യം എന്താ വെച്ചാൽ നോക്കിയിട്ട് നിങ്ങളെ പണിയൊക്കെ നടന്നോളി. നിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഇടപെടണ്ട, മനസ്സിലായാ? എന്താ ഇവിടെ ഒച്ചുമ്പോഴും ഒന്നുമില്ല. അതെ, സിനാനെ കുറിച്ചിട്ട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. എന്ത് കാര്യങ്ങള്? ഓന്റെ കൂട്ടുകെട്ട ശരിയല്ല. ആ കള്ളുടിയന്മാരും ചെക്കന്മാരെ കൂടിയാണ് അവന്റെ കൂട്ട്. നിങ്ങളോട് ചോദിച്ചാ? ഞാൻ ചോദിച്ചേ, ഓനൊന്നും ഇല്ലാന്നാ പറയണത്. പക്ഷെ അതിപ്പോ എല്ലാരും അങ്ങനെയല്ലേ പറയണ്ടാവുള്ളൂ. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാ? നിങ്ങൾ എന്തെങ്കിലും കിടന്ന് വേർക്കണ്? എന്താ? അതെന്താ വെച്ചാല് ആ ചെക്കന്മാര് മഹാമോശ, പോലീസ് കേസിൽ ഉൾപ്പെട്ട ചെക്കന്മാരാ. അവരെ കൂടെയാണോ അവന്റെ കൂട്ട് എന്ന് പറയുമ്പോ? ചോദിക്കാറുന്നില്ലേ? അന്നോട് കൊടുക്കാറുന്നില്ലേ? ഒരു വൈകിട്ട് 4 കൊടുക്കണോ? ഇവിടെ പിടിച്ചിട്ട് റൂമിനുള്ളിൽ കൊണ്ടിടണോ? അവിടെ പട്ടിണി കിടന്നേ? അല്ലാണ്ട് എന്താ? ഞാനിപ്പോഴങ്ങനെ ഓർക്കണത്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കീശയിൽ നിന്ന് കാശ് കാണാണ്ടാവുണ്ട്. ഞാനത് എനിക്ക് ഓർമ്മയില്ലാണ്ടാവുന്നങ്ങ് വിചാരിച്ചു. ഇപ്പോഴിങ്ങനെ തോന്നുന്നു, സംശയമാണ് തോന്നുന്നത് കേട്ടോ. ഓന് കൈവിട്ട് പോകണ്ടോന്നൊരു സംശയമുണ്ട്. എന്നെ കൊണ്ടിപ്പോൾ കുട്ടിയെ കൂടില്ല. പണ്ടൊക്കെ ഞാൻ നോക്കിയിരുന്നു. ഇപ്പോൾ ഓൻ എന്നേക്കാൾ വലിയവനായി. അതുപോലെയാണ് അവൻ്റെ വർത്താനം. ഓൻ പുറത്ത് പോകുമ്പോൾ ഞാൻ അവൻ്റെ കൈ പിടിച്ച് എവിടെക്കണ്ടേച്ച് പോകണമെന്ന് വെച്ചപ്പോൾ ഓൻ്റെ മേലെ തട്ടിക്കയറി. നിങ്ങളെൻ്റെ ബാപ്പയൊന്നുമല്ല, എൻ്റെ കാര്യം നോക്കാൻ ഓനും ഉമ്മയും ബാപ്പയൊക്കെ ഉണ്ട്, എന്നോട് എവിടെയും പോയിരുന്നോളാം പറഞ്ഞു. ഈ നോക്കണോ എൻ്റെ കാര്യം? വൈകുന്നേരത്തിനുള്ളിൽ എന്തും വീട്ടിലെത്തിക്കണം, ഇല്ലെങ്കിൽ ഓൻ കയ്യിൽ നിന്ന് പോകൂട്ടാ. ഇപ്പൊ വിഷമിക്കല്ലേ? എനിക്ക് വിവരമില്ല. എനിക്കോൻ പറഞ്ഞതാണ്. ഓനെ നിയന്ത്രിക്കാൻ തീയണം. ഓൻ തള്ളായി ഞാണ്ട് ഇവിടെ കറിയോനെ ചെയ്യാന് അങ്ങോട്ട് വരട്ടെ. ഇപ്പൊ ഓൻ പറഞ്ഞ വാക്കൊന്നും കേട്ട് നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കണ്ടട്ടാ. അല്ല, പെട്ടെന്ന് കേട്ടപ്പോഴേ ദൂരം എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയില്ല. നല്ല സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. ഇത് ജമാൽക്ക വരെ തന്നെ വേണം. ജമാൽക്ക വന്നിട്ട് അവനക്ക് വേണ്ടത് കൊടുക്കണം, എന്നാലേ ഒന്ന് നേരെ കൊള്ളൂ. പോവാ, ഇപ്പൊ വിഷമിക്കണ്ട, പോവായോ. അവനക്ക് ബുദ്ധിയില്ലാന്ന് വിചാരിച്ചാൽ മതി. പോവാ. നിങ്ങൾ പോയി കിടന്നോളെ. എന്തൊരു ചൂടാ. ഫ്രിഡ്ജിൽ വെള്ളം ഉണ്ടോ? എന്തെങ്കിലും നോക്കണേ. എന്തേനു? എന്താ പാട് പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ അപ്പത്തെ ഒരു ഇതിൽ പെട്ടെന്ന് പറഞ്ഞതാ. പോവാൻ വേണ്ടിട്ട് പറഞ്ഞതാ. ഇപ്പപ്പാടെ കൂട്ടുകാരെ ഇപ്പപ്പാട് പറഞ്ഞൊക്കെ ശരിയാണോടാ? അല്ല, ഇപ്പൊ ഇത് ഓരോന്നും കേട്ടിട്ട് വെറുതെ ഇന്ത്യ നെഞ്ചത്ത് കയറാൻ വന്നിട്ട് എന്താ? അടുത്ത പണി
പാടത്ത് ഫുട്ബോൾ കളി. ഫുട്ബോൾ കളി മാത്രമേ ഉള്ളിലുള്ളൂ? പിന്നെ എന്താ ചേച്ചി പടം നഞ്ഞിട്ട് കയറിയത്? ഇനി പടം നഞ്ഞിട്ട് കയറോ? ഇല്ല. പിന്നെ അപ്പത്തൊരു ഇതില് പറഞ്ഞത് അഞ്ഞി ഉണ്ടാവൂല. ഇപ്പൊ ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് ഇവിടെ ജീവിച്ചില്ലെങ്കിണ്ടല്ലോ അവന്റെ കാലും കയ്യെ തല്ലി ഒടിച്ചിട്ട് മൂലൊക്കെ ഇട്ടിട്ട് കഞ്ഞി തരും.